ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് ഇൻസ്റ്റയിൽ ഒരു Q&A ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലൊരു മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റൻ ആയിട്ട് വന്നതാണ് എന്റെ ബേബീസ് എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്, രണ്ടുപേരും തമ്മിൽ ഒരു മാച്ച് ഇല്ലല്ലോ. അത് ഇപ്പോൾ ഇൻസ്റ്റയിൽ നിന്നല്ല, റിലേറ്റീവ്സ് പോലും അല്ലെങ്കിൽ എന്നെ അറിയുന്ന ആൾക്കാർ പോലും എന്റെ ബേബീസിനെ കാണുന്ന ആൾക്കാർ പോലും ചോദിക്കുന്ന ഒരു കാര്യമാണ്. അത് അതിനെക്കുറിച്ച് അറിയില്ലാത്തതുകൊണ്ടാണ് എനിക്കറിയാം. കാരണം ഞാനും എന്റെ പ്രഗ്നൻസി പീരീഡിലാണ് ഇതിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത്. മെയിൻ ആയിട്ട് എന്റെ പ്രഗ്നൻസി കൺഫേം ആയ സമയത്ത് തന്നെ ഡോക്ടേഴ്സ് ഇത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ എനിക്കിത് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഇത് ഇങ്ങനെയാണുള്ളത്. അപ്പോൾ എന്താ അതെന്നുള്ളത് മെയിൻ ആയിട്ട് ഞാൻ പറയാം. ഞാൻ ഒരുപാട് ബയോളജിക്കൽ പരമായിട്ടൊന്നും പറയണില്ല, ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പറയാം. ട്വിൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് കാറ്റഗറിയിലുണ്ട്. ഒരെണ്ണം ഐഡന്റിക്കൽ ട്വിൻസും മറ്റൊന്ന് നോൺ ഐഡന്റിക്കൽ ട്വിൻസും. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എന്റെ ബേബീസ് നോൺ ഐഡന്റിക്കൽ ട്വിൻസ് ആണെന്നുള്ളത്. മെയിൻ ആയിട്ട് ഐഡന്റിക്കൽ ട്വിൻസ് എന്ന് പറഞ്ഞാൽ അവരാണ് ഈ പറഞ്ഞ പോലെ ഒരേ ജെൻഡർ ആയിരിക്കും, ഒരേപോലെ ആയിരിക്കും അവരുടെ ഫേസും ബോഡിയൊക്കെ ഏകദേശം. ഇത് ഒരു പാരമ്പര്യമായിട്ട് നമുക്ക് അങ്ങനത്തെ ഒരു DNA ഉള്ളവർക്ക് വരുന്ന ഒരു ട്വിൻസ് ആണ് ഇത് ഐഡന്റിക്കൽ ട്വിൻസ് എന്ന് പറയുന്നത്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാദറും മദറും ഒരു എഗ്ഗും സ്പേമും അല്ല പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് തമ്മിൽ കോൺടാക്ട് വരുമ്പോഴാണ് ബേബീസ് തന്നെ ഫോം ആവുന്നത്. ഈ ഇങ്ങനെ ഒരു എഗ്ഗും സ്പേമും പ്രൊഡ്യൂസ് ആയി അത് തമ്മിൽ കോൺടാക്ട് ആയതിനു ശേഷം ആ ഒരു സാക്കിൽ നിന്നുകൊണ്ട് തന്നെ ആ ബേബീസിന്റെ ഫോമിങ് സ്പ്ലിറ്റ് ആവും. ആ ഒരു സാക്ക് ഉണ്ടാവുള്ളൂ, ബേബീസിന്റെ ഫോമിങ് മാത്രം ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ടൊക്കെ സ്പ്ലിറ്റ് ആവുമ്പോൾ ആ ഒരു സാക്കിൽ തന്നെ, അതായത് ആ ഒരു അറയിൽ തന്നെ, ആ ഒരു എഗ്ഗിൽ തന്നെ രണ്ട് ബേബീസ് ഫോം ആവും. ഇതാണ് ഐഡന്റിക്കൽ ട്വിൻസ്. ഇത് ഈ ഒരു സ്പേം തന്നെ സ്പ്ലിറ്റ് ആവുന്നുണ്ട്. ഏകദേശം കാണാൻ ഒരുപോലെ ആയിരിക്കും, മറ്റു കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കും. ഇവര് ഒരു ബേബി വയറ്റിൽ കിടക്കുന്ന പോലെ തന്നെ, പക്ഷേ റിസ്ക് കൂടുതലാണ് ആ ഒരു കാര്യത്തിൽ. അവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തൊക്കെ ആയിരിക്കും കൺസീവ് ആയ സമയത്തും ഡെലിവറി പ്രഗ്നൻസി പീരീഡിലൊക്കെ മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഈ നോൺ ഐഡന്റിക്കൽ ട്വിൻസിന്റെ കാര്യത്തിലേക്ക് വരും. ഒരു മദർ സ്പേംസ് കുറെ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട് ഫാദറിന്റെ ഭാഗത്ത് നിന്ന്. മദേഴ്സ്, അമ്മമാര്, അതായത് ലേഡീസ് ചില സമയത്ത് ഓവുലേഷൻ പീരീഡിൽ 2 എഗ്സ് പ്രൊഡ്യൂസ് ചെയ്യും. അത് വൺ ടൈം തന്നെ ആവുന്നില്ല, ഓവുലേഷൻ പീരീഡിൽ ഏതെങ്കിലും ടൈമുകളിലായിരിക്കും 2 എഗ്ഗുകൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. സ്വാഭാവികമായിട്ടും ഒരു എഗ്ഗാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ചില സമയങ്ങളിൽ 2 എഗ്സ് 2 സമയങ്ങളിലായിട്ട് അല്ലെങ്കിൽ ഒരു സമയത്തായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാം. 2 എഗ്സ് പ്രൊഡ്യൂസ് ആയി വരുന്ന സമയത്ത് 2 സ്പേംസ് എഗ്സിലേക്ക് കോൺടാക്ട് ആകുമ്പോഴാണ് 2 സാക്കിലും 2 ബേബീസ് ഉണ്ടാവുന്നത്. അതാണ് നോൺ ഐഡന്റിക്കൽ ട്വിൻസ്. ചില കാര്യത്തിൽ പാരന്റ്സിന്റെ തന്നെ ഒരു പാരന്റ്സിന്റെ തന്നെ 2 ബേബീസ് പോലെ സിമിലാരിറ്റി ഉണ്ടാവാം, പക്ഷെ അല്ലാണ്ടും വരാം. ഇപ്പൊ എന്റെ ബേബീസിനെ തന്നെ കാണാൻ രണ്ടുപേരും ഒരു വീട്ടിൽ പോലും ജനിച്ച ഫേസ് കട്ടോ ബിഹേവിയറോ ബോഡിയോ ഒന്നുമില്ല, രണ്ടുപേരും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. അപ്പൊ അങ്ങനെ 2 എഗ്സ് വന്ന് 2 സ്പേംസ് കോൺടാക്ട് ആയി 2 ബേബീസ് ഫോം ആവുന്നതാണ് നോൺ ഐഡന്റിക്കൽ ട്വിൻസ്. ഈ 2 കാര്യങ്ങൾ മനസ്സിലായി തോന്നുന്നു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്റെ ബേബീസ് എന്തുകൊണ്ടാണ് 2 പേരും 2 രീതിയിൽ ഇരിക്കണേ എന്നുള്ളത്. ഞങ്ങൾ കാരണം ഇതാണ്, ഞങ്ങൾ 2 ഫാമിലിയിലെ ട്വിൻസോ കാര്യങ്ങളൊന്നുമില്ല, ഒരു അൺഫോർച്ചുനേറ്റ്ലി വന്ന ഒരു പ്രഗ്നൻസി ആണിത്. അപ്പൊ അതുകൊണ്ടാണ് 2 പേരും 2 രീതിയിൽ. ഇനി ഇവരും കുറെ ആയിട്ട് ഇനി സ്കൂളിലൊക്കെ ചേർത്ത് തുടങ്ങുമ്പോൾ കേൾക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. അന്നേരം ഈ വീഡിയോ തന്നെ എനിക്ക് അവരെ കാണിച്ചു കൊടുക്കണം. അപ്പൊ ഇനി വേറെ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചെറിയ ഡൗട്ട്സ് ആണെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ. കാരണം ഞാനും എന്റെ പ്രഗ്നൻസി പീരീഡിൽ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു എന്റെ മനസ്സിൽ. ഒരു ബേബിയുടെ ഡെലിവറി കഴിഞ്ഞ് അവരോട് ചോദിക്കുന്ന പോലെ ആവില്ല ഈ അവർ പറയുന്ന സിംറ്റംസ് അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളാവില്ല നമ്മുടെ പ്രഗ്നൻസിയിൽ. വേറെ എന്തെങ്കിലും ചെറിയ ഡൗട്ട്സ് ആണെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ എനിക്കത് ചിലപ്പോൾ പറഞ്ഞുതരാൻ പറ്റും. ഓക്കെ, ഇനിയും ഇതുപോലത്തെ എന്തെങ്കിലും ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ. ബൈ.